ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഇൻഫോ ടോക്ക് ഷോ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വരാനിരിക്കുന്ന പ്രിലിംസ് എക്സാമിന് വേണ്ടി തയ്യാറാക്കിയ കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. PSC മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ളതും ഇനിയും ചോദിക്കാൻ സാധ്യതയുള്ളതുമായ കുറച്ച് ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണണം. കാരണം ഒരു മാർക്ക് പോലും നമുക്ക് നഷ്ടപ്പെടുത്താനുള്ളതല്ല. നല്ലൊരു വിജയം കൈവരിക്കാൻ ഈ ഒരു വീഡിയോ നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. അപ്പോൾ ഓരോ ചോദ്യങ്ങളും പെട്ടെന്ന് നോക്കിപ്പോവാം. ചോദ്യം വായിക്കുമ്പോൾ തന്നെ ഉത്തരം ഒന്ന് ഗസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. കൂടാതെ ഫ്രണ്ട്സിലേക്കും ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കൂടിയ മടക്ക് പർവ്വതം. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കൂടിയ മടക്ക് പർവ്വതം. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, ആരവല്ലി. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കൂടിയ മടക്ക് പർവ്വതമാണ് ആരവല്ലി. ഡക്കാൻ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം ഏത്? ഡക്കാൻ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം ഏത്? ഓപ്ഷൻസ് നോക്കാം. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, ആനമുടി. ഡക്കാൻ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗമാണ് ആനമുടി. അടുത്ത ചോദ്യം നോക്കിക്കോളൂ. ഒരു നദിയിലേക്ക് വെള്ളമെത്തുന്ന നിശ്ചിത പ്രദേശം. ഒരു നദിയിലേക്ക് വെള്ളമെത്തുന്ന നിശ്ചിത പ്രദേശം എന്താണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻ നോക്കുക. ഉത്തരം ഓപ്ഷൻ സി ആണ്, വൃഷ്ടിപ്രദേശം. ഒരു നദിയിലേക്ക് വെള്ളമെത്തുന്ന നിശ്ചിത പ്രദേശമാണ് വൃഷ്ടിപ്രദേശം എന്ന് അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം നോക്കാം. ജഹാംഗീറിൻ്റെയും നൂർജഹാൻ്റെയും ശവകുടീരങ്ങൾ സ്ഥിതി ചെയ്യുന്ന നദീതീരം. ജഹാംഗീറിൻ്റെയും നൂർജഹാൻ്റെയും ശവകുടീരങ്ങൾ സ്ഥിതി ചെയ്യുന്ന നദീതീരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, രവി. അടുത്ത ചോദ്യം ഇതാണ്. ഇന്ത്യയിലെ ഉഷ്ണകാലം ഏത്? ഇന്ത്യയിലെ ഉഷ്ണകാലം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, മാർച്ച് മെയ്. ഇന്ത്യയിലെ ഉഷ്ണകാലം ഏതൊക്കെ മാസങ്ങളിലായിട്ടാണ് വരുന്നത്? ഓപ്ഷൻ ബി ആണ്, മാർച്ച് മെയ് മാസങ്ങളിൽ. അടുത്ത ചോദ്യം. ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ പ്രധാന മണ്ണിനമേത്? ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ പ്രധാന മണ്ണിനമേത്? ഉത്തരം ഓപ്ഷൻ ഡി, എക്കൽ മണ്ണ്. ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ പ്രധാന മണ്ണിനമേതാണ്? എക്കൽ മണ്ണാണ്. അടുത്ത ചോദ്യം ഇതാണ്. പോയിന്റ് കലൈമർ പക്ഷി സങ്കേതം ഏത് സംസ്ഥാനത്താണ്? പോയിന്റ് കലൈമർ പക്ഷി സങ്കേതം ഏത് സംസ്ഥാനത്താണ്? ഉത്തരം ഓപ്ഷൻ ബി, തമിഴ്നാട്. പോയിന്റ് കലൈമർ എന്ന പക്ഷി സങ്കേതം ഏത് സംസ്ഥാനത്താണ്? തമിഴ്നാട്ടിലാണുള്ളത്. അടുത്ത ചോദ്യം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങളുള്ള സംസ്ഥാനം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങളുള്ള സംസ്ഥാനം. ഉത്തരം ഓപ്ഷൻ ബി, മധ്യപ്രദേശ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങളുള്ള സംസ്ഥാനമാണ് മധ്യപ്രദേശ്. അടുത്ത ചോദ്യം ഇതാണ്. അവസാനമായി ഇന്ത്യ വിട്ടുപോയ വിദേശീയർ ആര്? അവസാനമായി ഇന്ത്യ വിട്ടുപോയ വിദേശീയർ ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി, പോർച്ചുഗീസുകാർ. അവസാനമായി ഇന്ത്യ വിട്ടുപോയ വിദേശീയരാണ് പോർച്ചുഗീസുകാർ. 1857 കലാപം അറിയപ്പെടുന്നത്. 1857 കലാപം അറിയപ്പെടുന്നത് എന്താണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, ശിപ്പായി ലഹള. 1857 കലാപം അറിയപ്പെടുന്നത് ശിപ്പായി ലഹള എന്നാണ്. ശിപ്പായി ലഹള. അടുത്ത ചോദ്യം. കൽക്കട്ടയിൽ സുപ്രീം കോടതി സ്ഥാപിച്ച ഗവർണർ ജനറൽ. കൽക്കട്ടയിൽ സുപ്രീം കോടതി സ്ഥാപിച്ച ഗവർണർ ജനറൽ ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, വാറൻ ഹോസ്റ്റിങ്സ്. കൽക്കട്ടയിൽ സുപ്രീം കോടതി സ്ഥാപിച്ച ഗവർണർ ജനറൽ വാറൻ ഹോസ്റ്റിങ്സ്. അടുത്ത ചോദ്യം ഇതാണ്.
ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത്? ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, രാജാറാം മോഹൻ റോയ്. ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ് ആണ്. അടുത്ത ചോദ്യം ഇതാണ്. വേദങ്ങളുടെയും പ്രധാനപ്പെട്ട 5 ഉപനിഷത്തുകളുടെയും പരിഭാഷ ബംഗാളിയിൽ പ്രസിദ്ധീകരിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്? വേദങ്ങളുടെയും പ്രധാനപ്പെട്ട 5 ഉപനിഷത്തുകളുടെയും പരിഭാഷ ബംഗാളിയിൽ പ്രസിദ്ധീകരിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്? ഉത്തരം നോക്കിക്കോളൂ. ഓപ്ഷൻ സി ആണ്, രാജാറാം മോഹൻ റോയ്. വേദങ്ങളുടെയും പ്രധാനപ്പെട്ട 5 ഉപനിഷത്തുകളുടെയും പരിഭാഷ ബംഗാളിയിൽ പ്രസിദ്ധീകരിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് രാജാറാം മോഹൻ റോയ്. നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് എങ്കിൽ പ്ലീസ് ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. വീഡിയോയ്ക്ക് ലൈക്കും ചെയ്യാൻ മറക്കണ്ട. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യയെ കണ്ടെത്തൽ എന്ന കൃതി രചിച്ചതാര്? ഇന്ത്യയെ കണ്ടെത്തൽ എന്ന കൃതി രചിച്ചതാര്? ഉത്തരം നോക്കിക്കോളൂ. ഓപ്ഷൻ ബി ആണ്, ജവഹർലാൽ നെഹ്റു. ഇന്ത്യയെ കണ്ടെത്തൽ എന്ന കൃതി രചിച്ചിരിക്കുന്നത് ജവഹർലാൽ നെഹ്റു. അടുത്ത ചോദ്യം ഇതാണ്. അധികാരത്തിലിരിക്കെ അന്തരിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി? അധികാരത്തിലിരിക്കെ അന്തരിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി? ഉത്തരം ഇതാണ്, ഓപ്ഷൻ എ, ജവഹർലാൽ നെഹ്റു. അധികാരത്തിലിരിക്കെ അന്തരിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു. അടുത്ത ചോദ്യം നോക്കാം. നീൽ ദർപ്പൺ രചിച്ചതാര്? നീൽ ദർപ്പൺ രചിച്ചതാര്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, ദീനബന്ധു മിത്ര. നീൽ ദർപ്പൺ രചിച്ചിരിക്കുന്നത് ദീനബന്ധു മിത്ര. അടുത്ത ചോദ്യം. കുണ്ടറ വിളംബരം നടന്നതെന്ന്? കുണ്ടറ വിളംബരം നടന്നത് എന്നാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 1809 ജനുവരി 11. കുണ്ടറ വിളംബരം നടന്നിരിക്കുന്നത് 1809 ജനുവരി 11. അടുത്ത ചോദ്യം നോക്കിക്കോളൂ. ചാനാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശം നൽകിയതെന്ന്? ചാനാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശം നൽകിയതെന്നാണ്? ഉത്തരം ഓപ്ഷൻ സി, 1859 ജൂലൈ 26. ചാനാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശം നൽകിയിരിക്കുന്നത് 1859 ജൂലൈ 26. അടുത്ത ചോദ്യം ഇതാണ്. മനുഷ്യരിൽ രൂപം കൊള്ളുന്ന സ്ഥിരദന്തങ്ങളുടെ എണ്ണം? മനുഷ്യരിൽ രൂപം കൊള്ളുന്ന സ്ഥിരദന്തങ്ങളുടെ എണ്ണം? ഉത്തരം ഓപ്ഷൻ ബി ആണ്, 32. മനുഷ്യരിൽ രൂപം കൊള്ളുന്ന സ്ഥിരദന്തങ്ങളുടെ എണ്ണം 32 ആണ്. അപ്പോൾ ഫ്രണ്ട്സ്, അടുത്ത ചോദ്യം നിങ്ങൾക്കായുള്ളതാണ്. ഈ സ്പെഷ്യൽ ക്വസ്റ്റ്യൻ ഇതാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവം? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവം ഏതാണ്? ഓപ്ഷൻസ് നോക്കാം. വൃക്ക, പാൻക്രിയാസ്, ശ്വാസകോശം, കരൾ. അപ്പോൾ ഇതിൽ നിന്നും ശരിയായൊരു ഉത്തരം നിങ്ങളെല്ലാവരും നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒപ്പം നിങ്ങളുടെ പേരും കൂടെ ആഡ് ചെയ്യാൻ മറക്കണ്ട. ഇനി കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾക്കായി തന്ന സ്പെഷ്യൽ ക്വസ്റ്റ്യൻ നോക്കാം. ആ ചോദ്യം ഇതായിരുന്നു. ഇന്ത്യയുടെ ഏക ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം ഏതാണ്? ഇന്ത്യയുടെ ഏക ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം ഏതാണ്? ഓപ്ഷൻസ് തുമ്പ, ശ്രീഹരിക്കോട്ട, ബാംഗ്ലൂർ, വിശാഖപട്ടണം. ഇതിൽ ശരിയായ ഉത്തരം വരുന്നത് ശ്രീഹരിക്കോട്ട. അപ്പോൾ ഉത്തരം കമൻറ്റ് ചെയ്തവർക്ക് എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇതുപോലെ കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. ബെല്ലൈക്കണും എനേബിൾ ചെയ്യാൻ മറക്കണ്ട. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.